എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ വീഡിയോയിലുള്ളത്. വളരെ ചെറിയൊരു വീഡിയോ ആണേ. അപ്പോൾ രാവിലെ ഇന്നൊരു കപ്പയ്ക്ക് കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു കപ്പയ്ക്ക് തോരൻ വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കപ്പ നിപ്പുണ്ട്. അതിനകത്തുനിന്ന് കപ്പയ്ക്ക് പിച്ചാൻ വലിയ പാടായിരുന്നു. അപ്പോൾ ഈ ഷെഡൊക്കെ പൊളിച്ചപ്പോൾ വലിയൊരു കാറ്റാടിക്കഴ ഉണ്ടായിരുന്നു. അത് വെച്ചൊരെണ്ണം കുത്തിയിട്ട് പിന്നെ കുറേ കാന്താരിയും പിച്ചിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ ഞാൻ മുട്ട പുഴുങ്ങാൻ എടുത്തപ്പോഴത്തേനും ബ്ലാക്കിക്ക് പച്ച മുട്ട വേണം. അപ്പോൾ അവൾക്കൊരു പച്ച മുട്ടയും കൊടുത്ത് പിന്നെ ചെറുക്കന്മാർക്ക് രണ്ടുപേർക്കും കുറച്ച് ഞാൻ വാട്ടിയും കൊടുത്തു കേട്ടോ. അപ്പോൾ ചിക്കുവിന് നമ്മളെന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ട് നമ്മൾ അടുത്തൂടെ പോയാൽ ഭയങ്കര ദേഷ്യമാണ്. പിന്നെ ഞങ്ങൾക്കിന്ന് രാവിലെ കാപ്പിക്ക് ബിസ്ക്കറ്റും ചിപ്സുമാണ്. അപ്പോൾ ഞാനും കാശിക്കുട്ടനൂടെ തേയില വെള്ളമൊക്കെ കുടിച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ചതിന് ശേഷം കാശിക്കുട്ടൻ സ്കൂളിൽ പോയിട്ടാണ് തോരൻ വെക്കാനുള്ളതൊക്കെ ഞാൻ അരിഞ്ഞെടുത്തത്. അപ്പോൾ കപ്പയ്ക്കൊക്കെ ചെറുതായിട്ട് ഞാൻ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുള്ള അരപ്പിനുള്ള തേങ്ങയെല്ലാം തിരികെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് അതൊന്ന് ചതച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. എല്ലാ തോരനും ഞാൻ അരച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. എന്നും വെക്കുന്ന കണക്ക് തന്നെ. അപ്പോൾ ഇന്നും അതിനുള്ള ഇത് തന്നെ എല്ലാം എടുത്തത്. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ കപ്പയ്ക്കൊക്കെ ഞാൻ കുറച്ച് നേരം ഒന്നിട്ട് വഴറ്റി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് അത് ഇത്തിരി നേരം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം അരപ്പൊക്കെ അതിൻ്റെ മണ്ടയിലൊന്ന് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് നല്ലപോലെ ഇളക്കിയെടുക്കുകയാണ് ചെയ്തത്. വെള്ളമൊന്നും ഒഴിക്കണ്ട. പിന്നെ ഇന്നും അവന്മാർക്കുള്ള ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ചെടുത്ത് വറുക്കാമെന്ന് കരുതി. നമുക്ക് 2-3 ദിവസമായിട്ട് മീനൊന്നും ഇതുവഴി പോകാത്തതുകൊണ്ട് മീൻ മേടിക്കുന്നില്ല. പിന്നെ അവർക്കെന്നും ചിക്കൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഇപ്പോൾ മീനില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അവരുടെ നിന്ന് കുറച്ച് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇന്ന് അതിനകത്തും കാന്താരിയും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കറി മസാലയും ഉപ്പും എല്ലാം കൂടിയിട്ട് അരച്ചാണ് കേട്ടോ തേക്കുന്നത്. അതിനകത്ത് മുളക് പൊടി ഇടുന്നില്ല. അപ്പോൾ കാണാൻ വലിയ കളറൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. കാന്താരിയുടെയും കുരുമുളകിൻ്റെയൊക്കെ നല്ല എരിയും എല്ലാം കൂടെ ആയിട്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് അതൊന്ന് അരപ്പൊക്കെ പുരട്ടി വെക്കുകയാണ്. പിന്നെ അവന്മാർക്ക് ഞാൻ ചിക്കൻ വേവിച്ച് അവർക്കുള്ള ചോറും കൊടുത്തായിരുന്നു. പിന്നെ അതൊക്കെ വറുക്കാൻ വേണ്ടി അടുപ്പി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് കൊണ്ടുപോകാനുള്ള കുറേ സാധനങ്ങളൊന്നും ഒതുക്കാനുണ്ടായിരുന്നു. പിന്നെ ഇന്നെല്ലാം ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പം 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് ജോലികളും ഒക്കെ ആയതുകൊണ്ട് കൈയൊക്കെ ഭയങ്കര വേദന, തിരിക്കാനൊക്കെ വയ്യ, പിന്നെ കാല് വേദന, അങ്ങനെ ഭയങ്കര ശരീരവേദനയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും ഒരു ഇതില്ലായിരുന്നു. എന്നാലും എന്നും ഇടണം എന്ന് കരുതി അങ്ങ് എടുത്തതാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒന്നും എടുത്തില്ല. പിന്നെ കുറേ നേരമൊക്കെ കിടന്ന് ഉറങ്ങി. പിന്നെ വൈകുന്നേരമാണ് വീഡിയോ എടുത്ത് ചോറൊക്കെ കഴിച്ചതിന് ശേഷം വൈകുന്നേരം അന്ന് കൂടൊക്കെ പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം മുറ്റമൊന്നും തൂത്ത് വൃത്തിയാക്കിയിട്ടില്ലായിരുന്നു. പിന്നെ കുറേ നേരം കിടന്ന് ഉറങ്ങിയതിന് ശേഷം മോൻ വന്നതിന് ശേഷമാണ് മുറ്റമൊക്കെ തൂത്ത് പിന്നെ കുറേ പഴയ തുണിയൊക്കെ കത്തിക്കാനുണ്ടായിരുന്നു. തീരെ പന്നൽ അവിടെയൊക്കെ കളഞ്ഞിരുന്നു. അതും 2-3 എടുത്ത് കത്തിച്ച് അങ്ങനെ കുറേ ജോലി ഉണ്ടായിരുന്നു മുറ്റത്ത്. അപ്പോൾ ചിക്കുവിനെ ഞാൻ അഴിച്ചു വിട്ടിട്ടുണ്ട്. ബാക്കി രണ്ടുപേരെയും അകത്തിട്ടിട്ട് ചിക്കുവിനെ അഴിച്ചു വിട്ടിട്ട് അവിടെ നിന്ന് തൂക്കുകയാണ്. അപ്പോൾ തൂത്തുകൊണ്ട് നിന്നപ്പോൾ തന്നെ കൈക്കൊക്കെ ഭയങ്കര വേദനയായിരുന്നു. കൂടൊക്കെ പിടിക്കാൻ സഹായിച്ചപ്പോഴത്തേനും കൈയെല്ലാം നല്ല നീരൊക്കെ ആയിട്ട് ഭയങ്കര വേദനയായിരുന്നു. പിന്നെ ഞാൻ കുറേ നേരം അവിടെ ഇരുന്നപ്പോഴത്തേന് കാശിക്കുട്ടൻ എൻ്റെ ഇടയ്ക്ക് വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ട് കടയിൽ പോയിട്ടുണ്ടായിരുന്നു. ബിങ്കോയൊക്കെ മേടിക്കാൻ വേണ്ടി, പാലൊക്കെ മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ 2 ബിങ്കോയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അപ്പോൾ അത് കൊണ്ടുവന്നപ്പോഴത്തേന് എനിക്കും കൂടെ തന്നു. നമുക്ക് 2 പേർക്കും കൂടെ ആവാൻ മേടിച്ചത്. അങ്ങനെ ഞാൻ പിന്നെ ചൂലൊക്കെ അവിടെ വെച്ചിട്ട് അതിൽ നിന്ന് ഓരോന്നെടുത്ത് കഴിച്ചുകൊണ്ടിരുന്നു. ഭയങ്കര ക്ഷീണമായിരുന്നു. അതുകൊണ്ട് തൂത്ത് പകുതി വരെ ഇട്ടിട്ട് കയറി പോവാമെന്നൊക്കെ കരുതിയിരുന്നു. പിന്നെ കരുതി നാളെ ആയാലും ഞാൻ തന്നെ ചെയ്യണ്ടേ, അതുകൊണ്ട് പിന്നെ എല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ട് പോവാമെന്ന് കരുതി. പിന്നെ ഞാൻ അവിടെയൊക്കെ കുറച്ച് പോച്ചയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ പിന്നെ വീടിൻ്റെ ഫ്രണ്ടൊന്നും വൃത്തിയാക്കി കൊടുക്കുന്നില്ല കേട്ടോ. നമ്മൾ നേരത്തെയൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെയുണ്ട്, വീടും പരിസരവും എല്ലാം ഞാൻ എപ്പോഴും വൃത്തിയാക്കിയിടുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് വയ്യാതെയൊക്കെ വന്നതുകൊണ്ടും പിന്നെ പഠിക്കുന്ന ഇതൊക്കെ ആയതുകൊണ്ട് ഞാൻ വൃത്തിയാക്കിയില്ല. പിന്നെ അവർ വൃത്തിയാക്കാൻ ആളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടൊന്നും അവരാരെയും കൊണ്ടുവന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാനും വൃത്തിയാക്കിയില്ല. പിന്നെ പുറകിൽ നമ്മൾ എപ്പോഴും
തുണിയൊക്കെ വിരിക്കുന്നതും ഇവന്മാരെ അഴിച്ചു വിടുന്നതൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെയെല്ലാം വൃത്തിയാക്കി കൊടുത്തിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ അതെല്ലാം ഒന്ന് തൂത്ത് വാരാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. പിന്നെ ചിക്കൂട്ടനെ കാശിക്കൂട്ടൻ പിടിച്ച് കെട്ടിയിട്ട് പിന്നെ ബ്ലാക്കിയും ചിക്കുവിനെയും കൂടെ തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം ഞാനും കാശിക്കുട്ടനോട് അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവൻ ഇത്തിരി സഹായിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ബിങ്കോയല്ല കേട്ടോ, പഫ്കോണാണ് മേടിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ദിവസം എവിടെയോ പോയിട്ട് വന്നപ്പം കാശിക്കുട്ടൻ അത് നല്ലതാണെന്ന് പറഞ്ഞ് മേടിച്ചതിന് ശേഷം ഇപ്പോൾ എവിടെ കണ്ടാലും ഞാനത് മേടിക്കും കേട്ടോ. അപ്പോൾ കഴിച്ചുകൊണ്ടിരുന്നപ്പം ഗോപൂട്ടനെ വിളിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ അതൊന്നും വേണ്ട. പിന്നെ മിറ്റമെല്ലാം തൂത്തിട്ട് വന്ന് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് കടയിൽ നിന്ന് സ്വീറ്റ് പപ്സും ബ്ലാക്കിക്കും ഗോപുവിനും കൂടെ സ്വീറ്റിനെയും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചായയൊക്കെ കുടിച്ച്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമേ.